ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുള്ള നവാഗത സംവിധായകൻ ചെയ്ത ചിത്രം പ്രാവിൻകൂട് ഷാപ്പ് തിയേറ്ററിൽ പോയിട്ട് കണ്ടു. പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ബേസിൽ ജോസഫാണ്. കൂടെ ചെമ്പ വിനോദ് ജോസ് ഉണ്ട്, സൗബിൻ സഹീർ ഉണ്ട്, പണ്ടത്തെ ചാന്ദിനി ശ്രീധർ ഉണ്ട്, പിന്നെ ഒരു പറ്റം ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു 1.5 ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി. പടം ബേസിക്കലി നടക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്, പ്രാവിൻകൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഒരു ഷാപ്പിൽ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു മരണം നടക്കുകയാണ്, ഒരു തൂങ്ങി മരണം, പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് ഒരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ കൊലപാതകമാണെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തണം, ആരാണ് കൊന്നതെന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്രൈം സ്റ്റോറിയാണിത്. നല്ല രീതിയിലുള്ള ഒരു നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ്. കുറച്ച് പഴയ കാലം കാണിക്കും, കുറച്ച് ഇപ്പോഴത്തെ കാലം കാണിക്കും. അങ്ങനത്തെ രണ്ട് കാര്യങ്ങളും രണ്ട് കാലഘട്ടങ്ങളും മിക്സപ്പ് ചെയ്ത് പഴയതും പുതിയതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ്. നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോരോ സീനുകളും പഴയ സീനുകളുമായിട്ട് മിക്സപ്പ് ചെയ്യുന്നതും അതിൻ്റെ റിക്രിയേഷനും നല്ല രസത്തിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിഷ്ണു വിജയാണ് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മളെ മൂഡ് നിയന്ത്രിക്കുന്ന രീതിയിൽ, നമ്മൾ ടോട്ടലി എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് ഇതിനകത്ത് കൊടുത്തു വെച്ചിട്ടുള്ളത്. ഷൈജു ഖാലിദാണ് ക്യാമറ വർക്ക്. ആ കാര്യത്തിൽ എടുത്തു പറയേണ്ട അത്രക്കും പെർഫെക്റ്റായിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അതിൻ്റെ ഗ്രാമ ഭംഗികളും ഹരിതാപയൊക്കെ ഒപ്പിയെടുക്കാനായിട്ട് ഷൈജു ഖാലിദിന് നല്ലോണം കഴിയും ചെയ്തിട്ടുണ്ട്. നല്ല എഡിറ്റിംഗ് വർക്കാണ് ഷെരീഫ് മുഹമ്മദാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതിൽ നടിച്ച ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോളിന് ഇവരെക്കാട്ടും മികച്ച ആൾക്കാരില്ല എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെമ്പൻ വിനോദ് ജോസിൻ്റെ റോളാണെങ്കിലും ശരി, ഒരു മജീഷ്യൻ കം ഒരു കള്ള് ഷാപ്പിലെ ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ ജോലി ചെയ്തിട്ടുള്ള സൗബിൻ സഹീറൊക്കെ എന്ന ആ ക്യാരക്ടറിന് അത്രക്കും അനുയോജ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു വികലാംഗനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ചാന്ദിനി ശ്രീധറിന് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്ക് ഓവറാണ് ഈ പടത്തിൽ ഉള്ളതും. അതും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് അദ്ദേഹത്തിന് കിട്ടിയ റോള് ഗംഭീരമായി ചെയ്തു വെച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഒരു സംവിധായകനായിട്ട് വന്നു, നല്ല രീതിയിലുള്ള ഒരു ആക്ടറായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന, പോളിഷ് ചെയ്തു വന്ന് മികവ് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് ബേസിൽ ജോസഫ് എന്നുള്ള ഇതിനകത്തുള്ള അഭിനയം തെളിവ് നമുക്ക് ശരിവെക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്യും. ജയഹേലാണെങ്കിലും ശരി, ഫാലിമിലാണെങ്കിലും ശരി, വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ശരി, ആ റോള് ഇപ്പോൾ ARM ഒക്കെ കൊടുത്ത റോളുകൾ അത് ഗംഭീരമായിട്ട് ചെയ്തു വെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇന്നസെൻറ്റ് ഗൈ ആയിട്ടും ഒരു ക്രൂക്കഡായിട്ടുള്ള ക്യാരക്ടറായിട്ടും നമ്മുടെ സൂക്ഷ്മദർശിനിലെ ക്യാരക്ടറായിട്ടുള്ള നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനത്തെ പല പല കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള ആളാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിത്തം നിറഞ്ഞിട്ടുള്ള കളി, ചിരി, തമാശകൾ, ആ പൊട്ടിച്ചിരികൾ കാര്യങ്ങളാണെങ്കിലും ശരി, നല്ല രസത്തിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കലി മാത്രം കേസ് തെളിയിക്കുന്നു, അടിച്ചും ഇടിച്ചും തൊഴിച്ചൊന്നല്ല കേസ് തെളിയിക്കാൻ പോകേണ്ടതെന്നുള്ള രീതിയിൽ താല്പര്യപ്പെടുന്ന, കരിയറിൽ നല്ല ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന, ഒരു ഈ വളരെ കുറഞ്ഞ ഏജിൽ തന്നെ SI സെലക്ഷനൊക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ കരിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം അഭിനയിച്ച് വെച്ചിട്ടുള്ളത്. അതും ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് ബേസിൽ ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ആകത്തുക പറയുകയാണെങ്കിൽ പടത്തിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ശരി, എഡിറ്റിംഗ് വർക്കാണെങ്കിലും ശരി, അതേപോലെ തന്നെ ക്യാമറ വർക്കാണെങ്കിലും ശരി, ഇതിന് നടിച്ചിട്ടുള്ള ആൾക്കാരുടെ അഭിനയ മികവാണെങ്കിലും ശരി, നല്ല തിരക്കഥ, ഈ കാര്യങ്ങളും ഒക്കെ കൊണ്ടും നല്ല അടിപൊളി മേക്കിംഗ് കൊണ്ടും തിയേറ്ററിൽ പോയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് ഒരു സന്തോഷത്തോടെ നമുക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടം തന്നെയാണ് പ്രാവിൻകൂട് ഷാപ്പ്.